മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് യാത്രാമൊഴി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. അതേസമയം മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് മുമ്പ് സമൂഹമാധ്യമ പോസ്റ്റിട്ട റോബർട്ട് വദ്ര. മൻമോഹൻ സിംഗ് മരിക്കുന്നതിന് 28 മിനിറ്റ് മുമ്പ് വദ്ര ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതാണ് വിവാദമായത്. ഇതിൽ വിമർശിച്ച് BJPയും രംഗത്തെത്തി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, ഔദ്യോഗികമായി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നതിന് മുമ്പാണ് റോബർട്ട് വദ്ര ഇതേപോലുള്ളൊരു പോസ്റ്റ് ഇടുന്നത്. ഒരുപക്ഷെ മരണം സംഭവിച്ചിരിക്കാം. സ്വാഭാവികമായും അത് അടുത്ത് നിന്ന് അല്ലെങ്കിൽ അത്രയും കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു നേതാവായതുകൊണ്ട് ആ വിവരങ്ങൾ ചിലപ്പോൾ ആദ്യമായി റോബർട്ട് അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ മൻമോഹൻ സിംഗിനെ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനായിരുന്നു, മുൻ ധനകാര്യമന്ത്രിയായിരുന്നു. അത്ര VIP ആയിരുന്ന ഒരാളുടെ മരണം, ഒരു വ്യക്തി ആ മരണം ഔദ്യോഗികമായി അത്തരം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അത് സമൂഹ മാധ്യമങ്ങൾ ഇടുന്ന പ്രവണത അത് ശരിയായ നടപടിയല്ല. കൂടുതൽ വിവരങ്ങൾ നന്ദഗോപൻ. വിനോദ്, 9:51 ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. എന്നാൽ അതിന് ഏതാണ്ട് 28 മിനിറ്റ് മുമ്പ് തന്നെ റോബർട്ട് വദ്ര, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൽ മൻമോഹൻ സിംഗ് മരിച്ചതായി കാണിച്ചുകൊണ്ട് എക്സിൽ കുറിക്കുകയായിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് ഇപ്പോൾ വഴിതെളിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് BJPയുടെ നേതാവായ അമിത് മാളവ്യ അതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. പതിറ്റാണ്ടുകൾ നെഹ്റു കുടുംബത്തെ, ഗാന്ധി കുടുംബത്തെ സേവിച്ചതിനുള്ള പാരിതോഷികമാണോ അദ്ദേഹം നൽകിയത് എന്നുള്ള ചോദ്യമാണ് അമിത് മാളവ്യ ഉയർത്തിയത്. മാത്രമല്ല, ഗാന്ധി കുടുംബത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നും കുറച്ചുകൂടി ബഹുമാനം മുൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ മൻമോഹൻ സിംഗ് അർഹിക്കുന്നു എന്നുള്ള നിലപാടും അദ്ദേഹം അമിത് മാളവ്യ ട്വീറ്റിൽ വ്യക്തമാക്കുകയുണ്ടായി. ഏതായാലും അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജന്മത്തിലുള്ള 3-ാം നമ്പർ വീട്ടിൽ അദ്ദേഹം അബോധാവസ്ഥയിലെത്തുകയും പിന്നീട് അദ്ദേഹത്തെ എയിംസിൽ, ഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തെ മാറ്റുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ നില അല്പം ഗുരുതരമായിരുന്നു. ഡോക്ടർമാർ പല രീതിയിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ വെന്റിലേറ്ററിലേക്ക് മാറ്റി, എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് 9:51 അദ്ദേഹത്തിൻ്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിച്ചു. എന്നാൽ പിന്നീട് മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നത് സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകൾ ഒന്നും തന്നെ പുറത്തു വന്നില്ല. പിന്നീട് ഔദ്യോഗികമായി എയിംസ് പുറത്തിറക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ചിട്ടുള്ള മെഡിക്കൽ ബുള്ളറ്റിനായിരുന്നു. എന്നാൽ അതിനും 28 മിനിറ്റ് മുമ്പാണ് റോബർട്ട് വദ്രയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു വീഴ്ചയുണ്ടായത്. അദ്ദേഹം ഇത്തരമൊരു ട്വീറ്റ് ചെയ്തത് 28 മിനിറ്റ് മുമ്പാണ്. ഇതാണിപ്പോൾ വിമർശനങ്ങൾക്ക് വിധേയമായിരിക്കുന്നത്. ഏതായാലും അത് വരും മണിക്കൂറുകളിൽ അത് കൂടുതൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിലവിലിപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ഭൗതിക ശരീരം അദ്ദേഹത്തിൻ്റെ വസതിയിൽ, ജന്മത്തിലെ 3-ാം നമ്പർ വസതിയിൽ ഇപ്പോൾ വെച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിക്ക് കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരും. അതിനുശേഷമാകും പ്രധാനമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കൾ, മറ്റ് ക്യാബിനറ്റ് അംഗങ്ങളൊക്കെ തന്നെ ഒരുപക്ഷെ ഈ ജന്മത്തിലെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. നാളെ AICC ആസ്ഥാനത്ത് പൊതുദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 3 പെൺമക്കളാണ്. അതിൽ ഒരാൾ വിദേശത്താണ്. അവർ തിരിച്ചെത്തുന്നത് കൂടി കണക്ക് കൂട്ടിയാണ് നാളെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗികമായ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. നാളെ എത്ര മണിക്കാകും ശവസംസ്കാര ചടങ്ങുകൾ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായിട്ടും ഒരു വിശദീകരണം ഉണ്ടായിട്ടില്ല. അതേസമയം നാളെ തന്നെ ഉണ്ടാവും AICC ആസ്ഥാനത്ത് പൊതുദർശനത്തിന് ശേഷം നാളെ ഈ ഒരു സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഇന്നലെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ആയിരുന്നു ഇന്നലെ കർണാടകയിൽ ചേരുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാത്രിയോടുകൂടിയാണ് രാഹുൽ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഡൽഹിയിലേക്ക് എത്തിയത്. അതേസമയം സോണിയയും അതേപോലെ തന്നെ പ്രിയങ്കയും അവർ ഡൽഹി തന്നെ ഉണ്ടായിരുന്നു. സോണിയയ്ക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ കാരണം അവർ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുവാൻ വേണ്ടി പോയിരുന്നില്ല. അതേപോലെ തന്നെ പ്രിയങ്കയ്ക്കും അവർക്കും ചെവിക്ക് ചെറിയ ഇൻഫെക്ഷൻ അടിച്ചത് കാരണം അവരും യാത്ര ചെയ്തിരുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞത് വിമാനത്തിൽ പോകേണ്ട എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും ഡൽഹിയിൽ തുടരുകയായിരുന്നു. ഈ മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ സോണിയയും അതേപോലെ തന്നെ പ്രിയങ്കയും അവർ എയിംസിലേക്ക് എത്തി. പിന്നീട് അവർ ഈ മൻമോഹൻ സിംഗിൻ്റെ വസതിയിലേക്ക് മാറുകയായിരുന്നു. ഇന്നലെ രാത്രി തന്നെ മൃതദേഹം എയിംസിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ
വസതിയിലേക്ക് മാറ്റി. എയിംസിൻ്റെ ചുറ്റിനും വലിയ രീതിയിൽ പ്രവർത്തകർ തമ്പടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് സുരക്ഷാ ഭീഷണി കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇന്നലെ രാത്രി തന്നെ മൃതദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റിയത്. ഈ ജൻപത്തിന് ചുറ്റും ഇപ്പോൾ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഇരു സൈഡിലേക്കുള്ള റോഡുകളും ബാരിക്കേഡുകൾ കൊണ്ട് പോലീസ് അടച്ചിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇവിടേക്ക് കടത്തിവിടുന്നത്. തികഞ്ഞ സുരക്ഷയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ ജൻപത്ത് 3-ാം നമ്പർ വസതിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് ലഭ്യമാകുന്നത്. ഇന്ന് 11 മണിക്ക് ക്യാബിനറ്റ് യോഗം ചേർന്ന ശേഷം മാത്രമായിരിക്കും ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വ്യക്തമാകുക. ഏതായാലും രാജ്യം 7 ദിവസത്തെ ദുഃഖാചരണത്തിന് ഇതിനോടകം തന്നെ ഔദ്യോഗികമായ അറിയിപ്പ് നൽകി കഴിഞ്ഞു. ദേശീയ പതാക താഴ്ത്തിക്കെട്ടുന്നതടക്കം രാജ്യം 7 ദിവസം ദുഃഖാചരണത്തിലേക്ക് കടക്കുകയാണ്. അതേസമയം പൊതു അവധി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്തത് ബാങ്കിന് അവധിയുണ്ടോ, സ്കൂളിന് അവധിയുണ്ടോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ ഉയർന്നത്. ഏതായാലും അത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നേരത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ ഒരു സമയത്ത് ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരുന്നു പൊതു അവധി നൽകിയത് എന്നുള്ളതായിരുന്നു ശ്രദ്ധേയം. അതേസമയം കർണാടകയിൽ ഇന്നിപ്പോൾ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊരു സ്റ്റേറ്റും ഇതുവരെയായിട്ടും പൊതു അവധി രാജ്യത്ത് പ്രഖ്യാപിച്ചിട്ടില്ല, അല്ലെങ്കിൽ രാജ്യത്ത് കേന്ദ്ര സർക്കാർ അങ്ങനെ പൊതു അവധി പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ഇന്നിപ്പോൾ വലിയ മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിര തന്നെ അദ്ദേഹത്തിന് മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ഈ വസതിയിലേക്ക് ജൻപത്ത് 3-ലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. മല്ലികാർജ്ജുന ഖാർഗെ അടക്കമുള്ളവർ ഇന്നലെ രാത്രി തന്നെ ഡൽഹിയിലേക്ക് ഈ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി ഉപേക്ഷിച്ച് ഇന്നലെ രാത്രി തന്നെ അദ്ദേഹം അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഇന്നലെ ഡൽഹിയിലെത്തിയിരുന്നു. മാത്രമല്ല ഈ പ്രത്യേക ഫ്ലൈറ്റ് ക്രമീകരിച്ചായിരുന്നു മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇന്നലെ തന്നെ എത്തിയിരുന്നത്. കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പരിപാടികൾ, അതായത് കോൺഗ്രസിൻ്റെ സ്ഥാപക ദിനാചരണം അടക്കമുള്ള പരിപാടികളും ഇതിനോടകം തന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്. കോൺഗ്രസും 7 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയും അതേപോലെ തന്നെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും അടക്കമുള്ളവർ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി ഏറെ കഷ്ടപ്പെട്ടിട്ടുള്ള മനുഷ്യനാണ് മൻമോഹൻ സിംഗ് എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് ഉണ്ടായിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തിയ പ്രകടനങ്ങൾ അത്യുജ്വലമായിരുന്നുവെന്നും പ്രധാനമന്ത്രി വിശേഷിപ്പിക്കുകയുണ്ടായി. ഈ കഴിഞ്ഞ ഏപ്രിലായിരുന്നു 33 വർഷത്തെ അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റേറിയൻ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പാർലമെൻറ്റ് രാജ്യസഭയുടെ പടി കടന്ന് പുറത്തേക്ക് എത്തിയിരുന്നത്. അദ്ദേഹം ഒരു തവണ മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പിനെ, ഡൽഹി സൗത്തിൽ നിന്നും ഒരു തവണ മാത്രമാണ് പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. 33 വർഷക്കാലം അദ്ദേഹം രാജ്യസഭാ അംഗമെന്ന നിലയിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത്. മാത്രമല്ല വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ സാമ്പത്തിക മേഖല കെട്ടിപ്പിടിക്കുന്നതിൽ വളരെ നിർണായക പങ്കുവഹിച്ച വ്യക്തിത്വമാണ് മൻമോഹൻ സിംഗ് എന്നുള്ളത് അവിസ്മരണീയം തന്നെയാണ്. പ്രത്യേകിച്ച് വലിയ സാമ്പത്തിക തകർച്ചയിലേക്ക് ഭാരതം കൂപ്പുകുത്തിയ അവസ്ഥയിലൊക്കെ തന്നെ ഭാരതത്തെ കൈപിടിച്ചുയർത്തുവാൻ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ കൂടി മൻമോഹൻ സിംഗിൻ്റെ പ്രയത്നം അത് വളരെ കാലത്തിൽ ഒരിക്കലും മായ്ക്കാൻ കഴിയാത്ത ഒരു അവിസ്മരണീയമായ നിമിഷങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിൽ GDP-യുടെ 50% ഭാരതത്തിൻ്റെ പൊതുകടം എത്തി നിൽക്കുന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഉദാരവൽക്കരണം അടക്കം നടപ്പിലാക്കിക്കൊണ്ട് ഭാരതത്തെ കൈപിടിച്ചുയർത്തുവാൻ വേണ്ടി അദ്ദേഹം ശ്രമം നടത്തിയത്. മാത്രമല്ല വളരെ വിപ്ലവകരമായ ഒത്തിരി മാറ്റങ്ങൾ അദ്ദേഹം ഭാരതത്തിൽ കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ്. വിവരാവകാശ നിയമം, അതേപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി അടക്കം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ് എന്നുള്ളതാണ് ഏവരും ഇപ്പോൾ അനുസ്മരിക്കുന്നത്. ഏതായാലും നേതാക്കളൊക്കെ തന്നെ ഇന്നിപ്പോൾ ഓരോരോ നേതാക്കളായിട്ട് കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെല്ലാം തന്നെ ഇന്നിപ്പോൾ ജൻപത്തിലെത്തിയാകും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുക. നാളെ AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. അവിടെ കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക്, സാധാരണക്കാരായ പ്രവർത്തകർക്ക് അവസാനമായി മൻമോഹൻ സിംഗിനെ കാണുവാനുള്ള അവസരമൊരുക്കുന്നുണ്ടാകും. വിനോ. അതെ, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. മൻമോഹൻ സിംഗിൻ്റെ ശവസംസ്കാരം നാളെയാണ് നടക്കുക. ഔദ്യോഗിക ബഹുമതികളോടെ തന്നെ ആയിരിക്കും ശവസംസ്കാരം. രാജ്യത്ത് ദുഃഖാചരണം, ഒരാഴ്ചത്തെ ദുഃഖാചരണം, ദേശീയ പതാക താഴ്ത്തിക്കൊണ്ടുള്ള ദുഃഖാചരണം നടക്കുന്നു. കേന്ദ്ര സർക്കാർ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് നാളെ നടത്തേണ്ട ശവസംസ്കാരത്തിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം ചർച്ച ചെയ്യും എന്നാണ് നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തത്. അതുമാത്രമല്ല, റോബർട്ട് വദ്ര നേരത്തെ എക്സിൽ കുറിച്ച ഒരു സാഹചര്യം, അതിൻ്റെ പ്രതിഷേധങ്ങൾ ഒക്കെ ആ വാർത്തയിലുണ്ടായിരുന്നു.